കാസർഗോഡ് കുമ്പളയിൽ ഗൃഹപ്രവേശന ചടങ്ങിനെത്തിയ 11-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായ പരാതിയിൽ പ്രധാന അധ്യാപകൻ അറസ്റ്റിൽ. കണ്ണൂർ ബ്ലാത്തൂർ സ്വദേശിയായ സുധീറാണ് അറസ്റ്റിലായത്. ഷഫീഖ് നസ്രുള്ള ചേരുന്ന വിശദാംശങ്ങൾ നൽകാൻ. ഷഫീഖ്, എങ്ങനെയാണ് ഇയാൾ അറസ്റ്റിലാവുന്നത്? എന്താണ് ഇയാൾ ചെയ്ത കുറ്റം? കാസർഗോഡ് കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു എയ്ഡഡ് സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് കണ്ണൂർ ബ്ലാത്തൂർ സ്വദേശിയായ സുധീർ. ഇയാൾ കഴിഞ്ഞ ദിവസം സീതാങ്കോളിക്ക് സമീപത്ത് ഒരു ഗൃഹപ്രവേശന ചടങ്ങ് നടന്നിരുന്നു. അവിടെ എത്തിയ ഈ അധ്യാപകൻ 11-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതിയുള്ളത്. അപ്പോൾ തന്നെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പരാതിക്കാരിയായ പെൺകുട്ടിയെ 3-ാം ക്ലാസ് വരെ ഈ അധ്യാപകൻ പഠിപ്പിച്ചിരുന്നതായി പറയുന്നുണ്ട്. അതിന്റെ പരിചയത്തിൽ പെൺകുട്ടിയെ ഈ ഗൃഹപ്രവേശന ചടങ്ങിൽ വീട്ടിന് സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ രക്ഷിതാക്കളും പറയുന്നുണ്ട്. ഇന്നലെ രാത്രിയായിരുന്നു ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. നാട്ടുകാർ ഇദ്ദേഹത്തെ അപ്പോൾ തന്നെ കൈയോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ പ്രധാനാധ്യാപകന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കണ്ണൂർ ബ്ലാത്തൂർ സ്വദേശിയാണ് സുധീർ. ഇദ്ദേഹം കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു എയ്ഡഡ് സ്കൂളിലെ അധ്യാപകനാണ്. ആ സ്കൂളിൽ 3-ാം ക്ലാസ് വരെ പഠിച്ച പെൺകുട്ടിയെ ഈ ഗൃഹപ്രവേശന ചടങ്ങിൽ വെച്ച് കാണുകയും അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പരിചയത്തിന്റെ പേരിൽ തൊട്ടടുത്ത സ്ഥലത്തേക്ക്, ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുമ്പള പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരി, 11 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് പ്രധാന അധ്യാപകൻ അറസ്റ്റിലായത്. വിശദാംശങ്ങളാണ് ഷഫീഖ് നസ്രുള്ള നൽകിയത്. ഇനി ഫാസ്റ്റ് ന്യൂസിലേക്ക്.